എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്റ്റെപ്പ് 2 സക്സസിന്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. എഡ്യൂക്കേറ്റ് ഗേൾസിന് രമൺ മഗ്സസെ പുരസ്കാരം. 67ാമത് രമൺ മഗ്സസെ പുരസ്കാരം സ്വന്തമാക്കി എഡ്യൂക്കേറ്റ് ഗേൾസ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസിന് 67ാമത് രമൺ മഗ്സസെ പുരസ്കാരം. അപ്പോൾ 67ാമത് രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ചത് എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എന്താണ് എഡ്യൂക്കേറ്റ് ഗേൾസ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടന. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എഡ്യൂക്കേറ്റ് ഗേൾസ് അല്ലെ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. 67ാമത് രമൺ മഗ്സസെ പുരസ്കാരം സ്വന്തമാക്കുന്നത് എഡ്യൂക്കേറ്റ് ഗേൾസ്. എന്നാൽ എഡ്യൂക്കേറ്റ് ഗേൾസിനൊപ്പം ഈ പുരസ്കാരം പങ്കുവയ്ക്കുന്നത് മാലിദ്വീപിലെ ഷാഹിന അലി, ദെൻ ഫിലിപ്പീൻസിലെ ഫ്ലവയാനോ അന്റോണിയോ വിലനേവ എന്നിവരാണ്. ഷാഹിന അലി മാലദ്വീപ്, ഫിലിപ്പീൻസിലെ ഫ്ലവയാനോ അന്റോണിയോ വിലനേവ എന്നിവരാണ് എഡ്യൂക്കേറ്റ് ഗേൾസിനൊപ്പം രമൺ മഗ്സസെ പുരസ്കാരം പങ്കുവയ്ക്കുന്നത്. മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റായ രമൺ മഗ്സസെയുടെ പേരിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രമൺ മഗ്സസെ ആരായിരുന്നു? മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം വിനോബ ഭാവെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ വിനോബ ഭാവെ. വർഷം 1958 ആണ്. 1958 വിനോബ ഭാവയ്ക്കാണ് മഗ്സസെ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത്. ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനായി മാറുന്നത് വിനോബ ഭാവെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടനയ്ക്ക് 67ാമത് രമൺ മഗ്സസെ പുരസ്കാരം. കൂടെ പഠിച്ചുപോ മക്കളെ. ഷാഹിന അലി, ഫ്ലവയാനോ അന്റോണിയോ വിലനേവ എന്നിവരാണ് എഡ്യൂക്കേറ്റ് ഗേൾസിനൊപ്പം ഈ പുരസ്കാരം പങ്കുവച്ചത്. ശിശുമരണ നിരക്ക് കുറഞ്ഞ ഇന്ത്യ. ഓക്കെ, രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ശിശുമരണ നിരക്ക് കുറഞ്ഞു ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് ചോദിച്ചാൽ 25 ആണ്. എന്നാൽ മരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചാൽ മണിപ്പൂരാണ്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ശിശുമരണ നിരക്ക് കുറഞ്ഞത് കേരളമാണ് എന്ന്. അല്ല, 2023 കണക്കുകളാണ് 25 പുറത്തു വരുന്നത്. ഏറ്റവും ശിശുമരണ നിരക്ക് കുറഞ്ഞ് മണിപ്പൂരും, രണ്ടാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കേരളമാണ്. വലിയ സംസ്ഥാനങ്ങളിൽ വെച്ച് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് അത് കേരളമാണ്. ചില കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ കേരള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ നീതി ആയോഗിയുടെ ആരോഗ്യ സൂചിക അങ്ങനെയൊക്കെയുള്ള സൂചികകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ശിശുമരണ നിരക്കിന്റെ സൂചികകൾ വരുമ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമത്, ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം മണിപ്പൂരാണ്, തർക്കമില്ല. എന്നാൽ വലിയ സംസ്ഥാനങ്ങളുടെ കണക്ക് ചോദിക്കുമ്പോൾ അത് കേരളമായി മാറുന്നു. കേരളത്തിൽ 1005, അതുപോലെ തന്നെ മണിപ്പൂരിൽ 1003 എന്ന് പറഞ്ഞാൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശിശുമരണ നിരക്ക് കണക്കാക്കുന്നത്. 100 അല്ല, 1000 കുഞ്ഞുങ്ങൾ. ഓക്കെ, അങ്ങനെ ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് 25. അതിൽ ഗ്രാമപ്രദേശങ്ങൾ 28ഉം നഗരപ്രദേശങ്ങൾ 18ഉമാണ് ശിശുമരണ നിരക്ക്. സ്വാഭാവികമായി ഓർത്തെടുക്കാനായിട്ട് കഴിയും. ഗ്രാമങ്ങളിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ താരതമ്യേന നഗരങ്ങളെക്കാൾ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാമങ്ങളിൽ 28, നഗരങ്ങളിൽ 18. ഇന്ത്യയുടെ ആകെ കണക്ക് ചോദിക്കുമ്പോൾ അത് 5. എന്നാൽ ഏറ്റവും ശിശുമരണ നിരക്ക് കുറവുള്ള മണിപ്പൂരിൽ 3ഉം കേരളത്തിൽ 5ഉമാണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ പരീക്ഷകളിലും 10th ലെവലാകട്ടെ, +2 ലെവലാകട്ടെ, ഡിഗ്രി ലെവലാകട്ടെ, ഈ ഏഷ്യ കപ്പ് ഹോക്കി, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മേഖലയാണ്. ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. ആര് മാറി? ഇന്ത്യ മാറി കേട്ടോ. ഫൈനലിൽ 4-1 എന്ന നിലയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയാണ് തോൽപ്പിച്ചത് അല്ലേ. അപ്പോൾ ഫൈനലിൽ 4-1 എന്ന ക്രമത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇന്ത്യ ജേതാക്കളായി. റണ്ണറപ്പ് ആരായിരുന്നു? ദക്ഷിണ കൊറിയയായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം മറ്റൊരു വസ്തുത, ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ് ആണ്. മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹർമൻപ്രീത് സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. വിജയികളായി മാറുന്നു ഇന്ത്യ. ആരായിരുന്നു റണ്ണറപ്പ്? ദക്ഷിണ കൊറിയയാണ്.
ഇന്ത്യയുടെ 4ാം ഏഷ്യ കപ്പ് വിജയമാണ് കേട്ടോ ഇത് ഇന്ത്യയുടെ 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഹോക്കിയിൽ വിജയികളാകുന്നത്. 2003, 2007, 2017 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ മുൻപ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. 2003, 2007, 2017 വർഷങ്ങളിൽ ഇതിനു മുൻപ് ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഇനി മാത്രമല്ല ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിജയത്തോടെ 2026 നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ യോഗ്യത നേടി എന്നുള്ളതാണ്. ഏത് വിജയത്തോടെ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ വിജയികളാകുന്നതോടുകൂടെ തന്നെ 2026 നടക്കുന്ന ഹോക്കി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ യോഗ്യത നേടി എന്നത് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേറ്റ് ഗേൾസിന് രമൺ മെഗ്സസെ പുരസ്കാരം എത്രാമത്തത്? 67ാമത്. കൂടെ ഒന്ന് പറഞ്ഞു പോണേ മക്കളെ. മാലിദ്വീപ് ഷാഹിന അലി, ഫിലിപ്പീൻസിലെ ഫ്ലവയാന അന്റോണിയോ വിലനേവ എന്നിവർ ഈ പുരസ്കാരം പങ്കിടുന്നു. ശിശുമരണ നിരക്ക് കുറച്ച് ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് 25, ഗ്രാമങ്ങളിൽ അത് 28, നഗരങ്ങളിൽ അത് 18 മാറുന്നു. മണിപ്പൂരിൽ ആണ് ഏറ്റവും ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം 3, കേരളത്തിൽ 5. വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളം. ഏഷ്യ കപ്പ് ഹോക്കിയിൽ ജേതാക്കളായി മാറി ഇന്ത്യ. റണ്ണറപ്പ് ദക്ഷിണ കൊറിയ. ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് സിംഗ് ആണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ക്ലാസ്സുകളും ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. എഴുതി ഒരു സെറ്റാക്കി വെച്ച് എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യാനും മറക്കണ്ട. താങ്ക്